ദേവിക്ക് സൗമിത്രയും ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ കണ്ടോളൻസ്. കരയല്ലേ അമ്മ? ആരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വിഷമിക്കല്ലേ. അവളായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുക. എന്തുകൊണ്ടാ നിത്യ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നോ? ഇല്ല. പോലീസ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എനിക്കറിയാം കാരണം എന്താണെന്ന്. ഒരാൾ എപ്പോഴാ ആത്മഹത്യ ചെയ്യുന്നതെന്നറിയോ? ജീവിച്ചിട്ട് ഇനി ഒരു പ്രയോജനം ഇല്ലാന്ന് തോന്നുമ്പോഴാ. നിത്യക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കാണും. ഒരിക്കലും എന്റെ മോക്ക് അങ്ങനെ തോന്നില്ല എന്ന് നീയല്ലേ പറയുന്നേ? സത്യം അങ്ങനെ അല്ലെങ്കിലോ? സത്യം പിന്നെ എങ്ങനെയാ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഈ വീടും സ്ഥലവും ഇവര് തട്ടിയെടുത്തതുകൊണ്ടാ നിത്യ അങ്ങനെ ചെയ്തത്. ഇന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? ആലോചിച്ച് നോക്കിയ പോരെ. പുറത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞേനെ. എടി, നിത്യ മരിച്ചത് സ്വത്ത് പോയതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ നിനക്ക് നല്ല ഉത്സാഹമുണ്ടല്ലേ? ഇവിടെ പുറത്തെടുക്കണ്ട. നിത്യ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് മിണ്ടാതൊരു ഭാഗത്തിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആണ്ടി മേടിക്കുന്നേ. ഇതൊരു മരണവിട. ആ ബോധം ഉണ്ടായിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ സാറ് പോകുന്നില്ലേ? മരണ വീട്ടിലേക്കല്ലേ? ഞാൻ പോകുന്നില്ല. എനിക്ക് അന്തരീക്ഷം പറ്റില്ല സ്വാമി. അവരുടെ കരച്ചിലും വിഷമവും അവിടെയുള്ളവരുടെ വിഷമം കാണാനുള്ള മനഃശക്തി എനിക്കില്ല. കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖമില്ലാത്ത സാറേ. കൊന്നതാണെന്നും അല്ല സ്വയം ചെയ്തതാണെന്നൊക്കെ മാറി മാറി പറയുന്നുണ്ട്. വാസ്തവം എന്താണെങ്കിലും പോകാനുള്ളവർ പോയി. എന്നാലും എന്തായിരിക്കും സ്വാമി സംഭവിച്ചത്? ആദ്യം സ്തുതി പോയി, പിന്നെ ഇപ്പത് മനോഹരൻ. മരിച്ചില്ലെങ്കിലും മരിച്ചതുപോലെ ആയില്ലേ? ഇപ്പൊ ഇതാ നിത്യ.
ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാരാണ്? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ?